കഴിഞ്ഞ 12 കൊല്ലമായി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. മിക്ക സംസ്ഥാനങ്ങളും തന്നെ അവർ പിടിച്ചടക്കിയിട്ടുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ വലിയ വളർച്ച ഉണ്ടാകാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ BJPയുടെ പൊതുവായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അവർ പല വൃത്തികേടുകളും കാണിക്കും, പക്ഷെ അതൊക്കെ ചാണക്യ തന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്താനൊക്കെ നാട്ടിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും ആളുകളെ പർച്ചേസ് ചെയ്തതായിട്ടും പാർട്ടികളെ ഒന്നടങ്കം പർച്ചേസ് ചെയ്തതായിട്ടുള്ള പല വിവരങ്ങളുമൊക്കെ ഉണ്ട്, പല ആരോപണങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരളത്തിലും അവർ അത്തരത്തിലുള്ള വിദ്യകൾ പയറ്റി തുടങ്ങി. കഴിഞ്ഞ തവണ തൃശ്ശൂരിലും ഇതുപോലെ തന്നെ ഒരു അഭ്യാസം പയറ്റിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അദ്ദേഹം കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കേസെടുക്കാൻ പറഞ്ഞതിൻ്റെ വിവരം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. ആ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേസെടുത്തതിനോടുകൂടി ഇനി ശോഭ സുരേന്ദ്രൻ പ്രതിയാകുമോ എന്നുള്ളത് കൂടി അറിയാനുള്ളൂ. സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. പാലക്കാട് അവരെ എങ്ങനെയും ജയിക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ സാധാരണ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ വോട്ടേഴ്സിനെ പണം കൊടുത്തോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ നടത്തിയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം കുറ്റകരമാണ്. 6 വർഷം വരെ വേണമെങ്കിൽ തടവും മറ്റു ശിക്ഷകളും ഒക്കെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം 6 വർഷം വരെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത്, ഒരു വീട്ടിലേക്ക് ശോഭാ സുരേന്ദ്രനും അനുയായികളും കൂടി കാറിൽ ചെല്ലുന്നു. അതിലൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ട ചുരിദാറിട്ട സ്ത്രീയുമുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ ചെന്ന് അവരെ കണ്ടതിന് ശേഷം തിരികെ വന്ന് കാറിലേക്ക് കയറുന്നു. കാറിലേക്ക് കയറിയതിന് ശേഷം ഒരു സ്ത്രീ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ദേവു എന്ന് പറയുന്ന വൃദ്ധയായ ഒരു സ്ത്രീക്ക് ഒരു 5000 രൂപ കയ്യിൽ വെച്ച് പിടിപ്പിക്കുന്നു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ വേണ്ടി കയ്യിൽ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത് നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഇവരിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പണം കൊടുക്കുന്നുണ്ടെന്നൊക്കെയുള്ള ചില പരാതികൾ ഇന്നലെ രാത്രി മുതൽ കൊട്ടിക്കലാശത്തിൻ്റെ തൊട്ടുമുമ്പത്തെ ദിവസം മുതലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ കുറച്ച് ജാഗ്രത പാലിച്ചിരുന്നു. അവർ പക്ഷേ ഇത് ക്യാമറയിൽ പകർത്തി. ആ ക്യാമറയിൽ പകർത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരുമ്പോൾ ഈ സ്ത്രീയെ ഫോളോ ചെയ്തത് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് വന്ന കണ്ടപ്പോഴേക്കും ഫ്രണ്ടിലിരുന്ന ശോഭാ സുരേന്ദ്രൻ അപകടം മണത്തു. ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് പണം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞിട്ടുള്ളത് ഈ പണം കൊടുത്തവരുടെ വല്യമ്മയാണ് മറ്റേ സ്ത്രീ എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണോട്ടോ. പണം കൊടുത്തവർ അവരുടെ വല്യമ്മ ആയതുകൊണ്ട് പണം കൊടുത്താണ്, അല്ലാതെ ഇവർ പ്രവർത്തകയല്ല എന്നുള്ള ആൾക്കാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ സ്ത്രീ ഇവരുടെ കാറിനകത്ത് ഉണ്ടായിരുന്നില്ല, അവരറിയില്ല. ആദ്യം പറഞ്ഞു അവർ നിഴലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നിഴലൊക്കെ ഇപ്പോൾ വൈറ്റ് ഡ്രസ് ഇട്ടാണ് വന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അതും സംഭവിക്കാം, അതിനപ്പുറവും സംഭവിക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാറിനകത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ ശ്രമിക്കാനുണ്ടായത്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് തന്നെ ചോദ്യം ചെയ്യാമെന്ന പത്രപ്രവർത്തകരോട് ഇവർ പിടിവിട്ടു പോയി. കാരണം പൊതുവെ വലിയ സൗമ്യതയും ദീപ്തായി പറഞ്ഞ പോലെ വലിയ കരുണയും ഒക്കെ തന്നെ മീഡിയകളുടെ മുമ്പിൽ കാണിക്കുന്നതാണല്ലോ. യഥാർത്ഥ സ്വഭാവമൊന്നും ഇങ്ങനെയല്ല. അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ അടിച്ച് കാരണം പൊട്ടിക്കും, നീയാരാണ് വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടായി. അനുവാദമില്ലാതെ ഞങ്ങളുടെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇവരെന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അതിനുശേഷം വന്ന് പത്രക്കാരെ കണ്ടപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ നുണകളൊക്കെ തന്നെ പറഞ്ഞത്. അങ്ങനെ ആകെ അടപടലം തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടപടലം തേഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഇപ്പോൾ വെള്ള ചുരിദാറിട്ട സ്ത്രീ അറിയില്ല, ഞങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഇനി ഏക മാർഗം അതാണ് എന്നുള്ളൊരു നിയമോപദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പണം ആ പഞ്ചായത്തിലെ ഓരോ വോട്ടേഴ്സിനും വേണ്ടി ഓരോ വീടുകളിലേക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അത് എല്ലാം ഇനി ഈ വൈറ്റ് ഡ്രസ് ഇട്ട കുട്ടിയുടെ വല്യമ്മയാണോ എല്ലാവരും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ കേസെടുക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇത് റെഡ് ഹാൻഡഡായി പിടിക്കപ്പെട്ടു, തെളിവോടുകൂടി പിടിക്കപ്പെട്ടു, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പിടിക്കപ്പെട്ടു. അപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്തത് ശോഭാ സുരേന്ദ്രൻ വന്ന് എന്തൊക്കെയോ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞുകൊണ്ട് പത്രക്കാരെയൊക്കെ കാണുന്നുണ്ട്. പറയുന്നത് മുഴുവൻ കള്ളമാണ്, ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, നിങ്ങളുടെ കാറിനകത്തിരിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അറിയില്ല, കാറിനകത്ത് ആരോ വലിഞ്ഞു കയറി ഇരുന്നാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനി രക്ഷപ്പെടാനതേ മാർഗമുള്ളൂ അവരെ തള്ളി പറയുക. അവരാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സ്ത്രീ ആരാണെന്നുള്ളത് പുറത്തേക്ക് വരും. കൂടാതെ ഇതിനു മുമ്പ് അവർ ശോഭാ സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബന്ധമുള്ള BJP കാരിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊന്ന് തേഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് തന്നെ പ്രശാന്ത് ശിവൻ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. കാരണം പ്രശാന്ത് ശിവനും സി കൃഷ്ണകുമാറിനും ഒന്നും ശോഭാ സുരേന്ദ്രനോട് സ്ഥാനാർത്ഥിയായത് തന്നെ ഇഷ്ടപ്പെട്ടില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, മൂത്താന്തറയിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു കൗൺസിലർ വന്ന് തടയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നും നാണം കെട്ടോട്ടെ, കുറച്ച് വോട്ടുകൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിഷാരടിയൊക്കെ തടയുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ച് ആകെ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രനെ പ്രതിയാക്കി കൂടി കേസെടുക്കുമോ എന്ന് അറിയാനുള്ളൂ.
ഇത് കേട്ട് നിങ്ങളൊന്നും ഞെട്ടണ്ട, പല തരത്തിലുള്ള അടവുകൾ BJP പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത് നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഏതാണ്ട് 9 മണിക്കും 10 മണിക്കും ഇടക്ക് അവിടുത്തെ മറ്റൊരു പഞ്ചായത്താണ് പിരായിരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. മാത്തൂർ, പിരായിരി, അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്ത്, ഇങ്ങനെ 3 പഞ്ചായത്തുകളും നഗരസഭയുടെ കൂടി ചേർന്നതാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ആ പിരായിരിയിൽ ഇവർ സാരി കൊണ്ട ആളുകൾക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വോട്ടിന് സാരി എന്നുള്ളതാണ്. മറ്റേത് വോട്ടിന് നോട്ട്, ഇത് വോട്ടിന് സാരി എന്നുള്ള ആൾക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങളും പയറ്റുകയാണ്. എന്നിട്ടും അവിടെ ജയിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പണം അവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് BJP എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ കേരളമാണത്. ഉത്തരേന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല ശോഭ ചേച്ചി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത കേട്ടത്. അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോഴാണ് ഈ ഒരു വാർത്ത വരുന്നത്. അത് പോലീസ് നേമത്ത് BJP ഓഫീസിൽ നിന്നും ചെറുതായിട്ട് ഒരു 336 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. കുറച്ചേ ഉള്ളൂ കേട്ടോ, 336 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. പക്ഷേ അത് പോലീസും എക്സൈസും കൂടി കണക്കിൽ കാണിച്ചേക്കണ 6 ലിറ്റർ ആണെന്നാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ ഇടപെട്ടു. ഇത് കൃത്യമായിട്ടുള്ള കണക്ക് കാണിയില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇടപെട്ടു. ഇത്രമാത്രം ജാഗ്രതയുള്ളൊരു സംസ്ഥാനമായതുകൊണ്ട് ഈ പരിപ്പുകളൊന്നും ഇവിടെ തൽക്കാലം വേവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ? ഇതിങ്ങനെ പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരടുത്തതൊരു ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വർഗീയ ചാപ്പ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു സമീപനം കൂടി എടുത്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മീഡിയ വണ്ണാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. മീഡിയ വണ്ണാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മീഡിയ വണ്ണിനോട് ഇവർ മെക്കിട്ട് കയറുകയും മീഡിയ വൺ ഇത് ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയുമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ, അതായത് മീഡിയ വൺ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ അത്തരത്തിലുള്ളൊരു കാര്യം അവർക്ക് പറയാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമോ എന്ന് പറയുന്നൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ആദ്യം പാലക്കാട്ടിലെ സംഭവം പറഞ്ഞു, സാരി, അതുപോലെ തന്നെ പണം 5000 രൂപ, പിന്നെ നേമത്ത് മദ്യം, ഇത് 3ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം തന്നെ TN പ്രതാപനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ കൂടി സുനിൽകുമാറും ഒക്കെ കൂടി തന്നെ, അതായത് CPIയുടെ നേതാവായിട്ടുള്ള മാന്യനായിട്ടുള്ള സുനിൽകുമാറും ഒക്കെ കൂടി തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് വന്ന് പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ കാര്യം, ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരവധി വീടുകളിലേക്ക് BJP കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വില്ലൻ ആയിട്ട് അഭിനയിക്കുന്ന, എന്നാൽ ഇതൊന്നും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ദേവൻ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. സിനിമാ നടനായിട്ടുള്ള ദേവനെ തടഞ്ഞു വെക്കുകയും ദേവൻ മുകളിൽ നിന്ന് ആളുകളോട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ കിറ്റ് വിതരണം എന്നിട്ടും അവസാനിപ്പിച്ചിട്ടില്ല. കാരണം കിറ്റ് എന്തായാലും ഉണ്ടായിപ്പോയി, ഇനി ആർക്കെങ്കിലുമൊക്കെ വിതരണം ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ BJP നേതാവിൻ്റെ ഒരു സഹോദരൻ്റെ അച്ചാർ കമ്പനിയിൽ നിന്ന് ഇന്ന് ഈ പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി കിറ്റുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് കിറ്റാണ്, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പണമാണ്, ഒരു സ്ഥലത്ത് സാരിയാണ്, ഒരു സ്ഥലത്ത് മദ്യമാണ് BJP വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറാനുള്ള ശ്രമമാണ്. കാരണം ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊന്നും പോരാത്ത സ്ഥലത്ത് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ കുറച്ച് വർഗീയതയും കുറച്ച് ഈ പറയുന്ന പോലെ തീവ്ര വർഗീയതയും ഒക്കെ ഇറക്കി വിട്ടുകൊണ്ട് ഇവിടെ ഇതുവരെ ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള തന്ത്രങ്ങൾ കൂടി പയറ്റും. ഇങ്ങനെ എല്ലാ പയറ്റലും പയറ്റിയിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ പാലക്കാട്ടിലും ഏതാണ്ട് മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അത്യാവശ്യം നാണക്കേടുണ്ടാക്കി തന്ന ശോഭാ സുരേന്ദ്രന് വളരെ നന്ദി. കാരണം ഇനിയിപ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. കാരണം ജയിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേമത്താണ് ഈ പണി ചെയ്യുന്നത്, അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജയ്ക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്, ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടാണ് അവിടെ പണം മുടക്കുന്നത്. പണം ഇവരുടെ പിന്നെ ലാവിഷായിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ ഏതാണ്ട് 6600 കോടി രൂപയിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വരെ ഇവർ മേടിച്ച് കയ്യിൽ വെച്ചേക്കാണ്. ഏറ്റവും വലിയ പണം കിട്ടിയ പാർട്ടി BJP ആണ്. അപ്പോൾ അതുകൊണ്ട് പണത്തിനൊന്നും ഒരു ലോഭമില്ല. നിങ്ങൾ ചോദിച്ചാൽ 5000 ചോദിച്ചാൽ 10000 തരും ശോഭ ചേച്ചി.